കാരശ്ശേരി മുതൽ സച്ചിദാനന്ദൻ മാഷ് വരെയുള്ളവർ ഇവർ നടത്തുന്ന ഈ പ്രതികരണങ്ങൾ സത്യസന്ധമായും ഇടതുപക്ഷത്തോടുള്ള താല്പര്യവും CPIM-നോടൊക്കെയുള്ള ആഭിമുഖ്യം കൊണ്ട് ഉള്ളതെങ്കിലും അത് CPIM വിരുദ്ധരുടെ, ഇടതുപക്ഷ വിരുദ്ധരുടെ അല്ലെങ്കിൽ വർഗീയ ആഭിമുഖ്യമുള്ള നമ്മുടെ നാട്ടിൽ മനുഷ്യത്വ വിരുദ്ധ സാമ്പത്തിക നയങ്ങൾ വെച്ച് പുലർത്തുന്ന കോൺഗ്രസിനും BJP-ക്കുമുള്ള കോടാലി കൈയായി മാറുന്നുവോ? ഈ സംശയവും ഈ ചോദ്യവും പ്രധാനമാണ്, അത് പ്രബലവുമാണ്. അത് നമ്മൾ മറന്നുപോകാൻ പാടില്ല. പിന്നെ അദ്ദേഹം പറയുന്നു, ഞാൻ മനസ്സിലാക്കുന്നു, ഈ പറയുന്ന തുടർഭരണം ഇങ്ങനെ മുഷിപ്പിക്കാൻ സാധ്യതയുണ്ട്. കാരശ്ശേരി മാഷി ഇന്ത്യൻ പശ്ചാത്തലത്തിലിരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെതായ ഒരു വ്യാഖ്യാനം നടത്തുവാനും ശ്രമിച്ചു. ഞാൻ ചോദിക്കട്ടെ മാഷെ, കഴിഞ്ഞ പതിറ്റാണ്ടിനിടയിൽ ഇന്ത്യൻ അനുഭവങ്ങൾ നിന്നുകൊണ്ട് അങ്ങേക്ക് ഏറെ ഇഷ്ടമുള്ള ആളായിരിക്കുമല്ലോ ചെറുകാടിന്റെ സുപ്രസിദ്ധി ആർജിച്ചൊരു പ്രയോഗമില്ലേ, എൻ്റെ മുരിങ്ങാമര ചൂട്ടിലിരുന്നിട്ടാണ് നക്ഷത്രങ്ങളെ കാണുന്നത്. റിപ്പോർട്ടർ ചാനലിന്റെ ഈ സംവാദ സദസ്സിൽ എൻ്റെയും അങ്ങയുടെയും നമ്മളൊക്കെ ഒരു കൂരയുടെ ചുവട്ടിലിരിക്കുകയാണല്ലോ. നമ്മുടെ കൂരയിൽ ഇരുന്നു കൊണ്ട് അങ്ങ് ഇന്ത്യയിലേക്ക് നോക്കിയിട്ടുണ്ടോ? ലോകത്തിന്റെ ഇന്ത്യയുടെ പശ്ചാത്തലങ്ങളിൽ കഴിഞ്ഞൊരു പതിറ്റാണ്ട് കാലയളവിലെ കേരളം എവിടെ എത്തി നിൽക്കുന്നു? അങ്ങേക്ക് ആഭിമുഖ്യമുള്ള കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമല്ലേ കർണാടക? അവിടെയല്ലേ ബാംഗ്ലൂർ എയർപോർട്ടിന് സമീപം ഒരൊറ്റ രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ ധനുമാസത്തിലെ അതിശൈത്യത്തിന്റെ രാത്രിക്കുള്ളിൽ നിന്നുകൊണ്ട് ആയിരക്കണക്കിന് വരുന്ന മനുഷ്യരെ RSS തോൽക്കുന്ന ബുൾഡോസർ രാജിനെ ഇരയാക്കിയ കോൺഗ്രസ് അനുഭവം അങ്ങയുടെ നാടായ കോഴിക്കോടോ മലബാറിലോ കേരളത്തിലോ ഏതെങ്കിലും ഒരു ഗ്രാമനഗരാന്തരത്തിൽ അത്തരം കോൺഗ്രസ് ബുൾഡോസർ രാജ് ഒരു പതിറ്റാണ്ടിനിടയിൽ കാണാൻ വേണ്ടി കഴിഞ്ഞോ? RSS-ന്റെ എത്ര ബുൾഡോസർ രാജുകൾ, എണ്ണമറ്റ ഉദാഹരണങ്ങൾ.